പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് നക്ഷി റോസ്തം. ഇറാനിലെ ഫാർസ് പ്രവിശ്യയിൽ പേർസെപോളിസിന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ചരിത്രത്തിലെ എലാമൈറ്റ്, അക്കീമെനിഡ്, സസാനിയൻ എന്നീ 3 പ്രധാന രാജവംശങ്ങളുടെ സ്മാരകങ്ങളാണ് ഇവിടെയുള്ളത്. ഈ സ്ഥലത്തെ ഏറ്റവും പഴയ ശില്പങ്ങൾ എലാമൈറ്റ് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്. എങ്കിലും ഈ പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് അക്കീമെനിഡ് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ സാമ്രാജ്യത്തിലെ ഡാരിയസ് ഒന്നാമൻ, സെർക്സസ് ഒന്നാമൻ, അർത്താക്സെർക്സസ് ഒന്നാമൻ, ഡാരിയസ് രണ്ടാമൻ തുടങ്ങിയ 4 പ്രമുഖ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്തിട്ടുള്ളത്. ഈ ശവകുടീരങ്ങൾ ഒരു കുരിശിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ മുൻഭാഗങ്ങളിൽ രാജാക്കന്മാരെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയും അഹുറമസ്ത എന്ന ദൈവത്തെയും ചിത്രീകരിക്കുന്ന കൊത്തുപണികളുണ്ട്. ഡാരിയസ് ഒന്നാമന്റെ ശവകുടീരത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ലിഖിതങ്ങളുമുണ്ട്. അക്കീമെനിഡ് സാമ്രാജ്യത്തിനുശേഷം സസാനിയൻ രാജവംശവും ഈ സ്ഥലത്ത് തങ്ങളുടെ വിജയങ്ങൾ രേഖപ്പെടുത്തി. അവർ 7 വലിയ ശിലാശില്പങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. റോമൻ ചക്രവർത്തിമാരെ കീഴടക്കിയ ഷാപൂർ ഒന്നാമൻ രാജാവിന്റെ വിജയം ചിത്രീകരിക്കുന്ന ഒരു ശില്പം ഇതിൽ വളരെ പ്രശസ്തമാണ്. ഈ ചരിത്രപ്രാധാന്യമുള്ള സ്ഥലത്തിന് റോസ്തമിന്റെ ചിത്രം എന്ന അർത്ഥം വരുന്ന നക്ഷി റോസ്തം എന്ന പേര് ലഭിച്ചതിന് പ്രധാന കാരണം സസാനിയൻ ശില്പങ്ങൾ കണ്ടപ്പോൾ ആളുകൾ അവയെ പേർഷ്യൻ ഇതിഹാസ നായകനായ റോസ്തമിന്റെ ചിത്രങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. നക്ഷി റോസ്തം പുരാതന പേർഷ്യൻ നാഗരികതയുടെ കല, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു മഹത്തായ സ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു.